നമസ്കാരം. ദുഃഖവെള്ളിയാഴ്ചയിലെ തന്തയില്ലായ്മകൾ. ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യാൻ എടുത്തത് തന്നെ ചിലപ്പോൾ ആഗോളതലത്തിൽ വരെ ശ്രദ്ധ നേടാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു വർഗീയ കലാപം ആയേക്കാവുന്ന ഒരു വിഷയമായതുകൊണ്ടാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോതമംഗലം രൂപതയുടെ കീഴിലുള്ള തൊമ്മൻകുത്ത് സെൻറ്റ് തോമസ് ചർച്ചുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന ഒരു വിഷയം, നാരുങ്ങാനത്ത് കുരിശ് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട ആ വലിയ വിഷയത്തെ കഴിഞ്ഞ ദിവസം ദുഃഖവെള്ളിയാഴ്ച ദിനത്തിൽ പാതിരിയായ ജോർജിൻ്റെ നേതൃത്വത്തിൽ വിശ്വാസികളെയും കൂട്ടി പാതിരി ജോർജ് നടന്നു കയറിയത് നാരുങ്ങാനത്തേക്കാണ്. അതെന്തിനായിരുന്നു എന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടതും ചിന്തിക്കേണ്ടതും. സുല്ലെന്തോ അതിനെക്കുറിച്ച്? അത് ശീർഷകമായി പറഞ്ഞ ദുഃഖവെള്ളി ദിനത്തിലെ തന്തയില്ലായ്മ എന്ന ആ വാക്ക് വളരെ കുറഞ്ഞു പോകും ഇവന്മാരുടെ ഈ പ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ. കാരണം ഇവർ ആ ദിനത്തിന് കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിലേറ്റിയ ആ ദിനത്തിന് ഇവന്മാർ എത്രത്തോളം പ്രാധാന്യം നൽകുന്നു, വില നൽകുന്നു എന്നതിനുള്ളൊരു ഉത്തമ ഉദാഹരണമാണ്. ആ ദിനം തന്നെ ഇവന്മാർ ഇമാതിരി ഒരു തന്തയില്ലായ്മ കാണിക്കുവാൻ തിരഞ്ഞെടുത്ത ഇവന്മാരെ ഓടിച്ചിട്ട് ചാട്ടവാറിനടിക്കണം. പക്ഷേ ഇവന്മാരുടെ പ്ലാനിങ് ആണ് തെറ്റിയത്. അത് കർത്താവ് വലിയവനാ. കാരണം ഇവന്മാരുടെ ആ ഒരു വലിയ വമ്പൻ പദ്ധതി, അതായത് സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ വർഗീയ കലാപമായി മാറിയേക്കാമായിരുന്ന ഒരു വലിയ വിഷയമാണ് ഇത്. കഴിഞ്ഞ ദിവസം ആ പോലീസുകാരുടെയും വനപാലകരുടെയും സംയോജിതമായ ഇടപെടൽ മൂലവും ആത്മസംയമനവും കൊണ്ട് പാളിപ്പോയത്. അതായത് ഇവരുടെ ഫലപ്രാപ്തിയിൽ എത്തിയില്ല എന്നുള്ളതാണ്, അല്ലേ? അതെ, അവരിങ്ങനെ ഒരു പദ്ധതി പ്ലാൻ ചെയ്യുന്നു, പക്ഷെ അത് ഫലപ്രാപ്തിയിലേക്ക് എത്തിയില്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അതിന്റെ ആദ്യത്തെ ചിലപ്പോൾ നമ്മുടെ പ്രേക്ഷകർ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, എന്തുകൊണ്ടാണ് ഈ വിഷയം ഉണ്ടായത്. അപ്പൊ നാരുങ്ങാനത്തേക്ക് ഒരു കുരിശുണ്ടായിരുന്നു, അല്ലെങ്കിൽ കുരിശ് സ്ഥാപിച്ചു. അതൊരു പെട്ടെന്നുണ്ടായ ഒരു സംഭവമല്ല, കൃത്യമായ ആസൂത്രണം അതിന്റെ പിന്നിലുണ്ടായിരുന്നു. അപ്പൊ ഈ നാരുങ്ങാനത്ത് അങ്ങനെ ഒരു കുരിശ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ആ കുരിശുമായി ബന്ധപ്പെട്ടിട്ട് കുരിശിനെ വനപാലകർ അവിടെ നിന്ന് എടുത്ത് കളയുന്നു, അല്ലെ? അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ വിഷയം ഉണ്ടാകുന്നത്. തൊമ്മൻകുത്തിലേക്ക് നിന്നുള്ള ഈ വിഷയം ഉണ്ടാകുന്ന അവിടെയാണ്. അപ്പൊ ഈ വിഷയത്തിന്റെ ആ സാധ്യതയാണ് ഇപ്പോൾ ഇവർ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചത്. അതിൽ വിശ്വാസികളെ ഉൾപ്പെടുത്തി എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൃത്യമായിട്ടും ഇത് വളരെ ആസൂത്രിതമായ ഒരു പദ്ധതിയായിരുന്നു. കാരണം ഇവരുടെ ഈ കുരിശ് കൃഷിക്കാരുടെ കൃത്യമായ ഒരു പ്രോട്ടോകോൾ ഇതിനകത്ത് പാലിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം അവരുടെ തന്നെ അറിയാം, ഒരു വനമേഖലയാണ്. വർഷങ്ങളായി അതിനോട് സമീപം ആളുകൾ വനം കയ്യേറി താമസിക്കുന്നവരുണ്ടാവാം, പട്ടയഭൂമി ഉള്ളവരുണ്ടാവാം, ഇല്ലാത്തവരുണ്ടാവാം. കൃത്യമായിട്ട് വനം വകുപ്പ് ജണ്ട കെട്ടി തിരിച്ചേക്കുന്ന ഒരു സ്ഥലമാണ്. അന്നേരം അവിടെ ഒരു വിരുദ്ധൻ, ഈ ഇടവകയിൽ തന്നെയുള്ള വേറൊരു തീവട്ടി അച്ചായം ചെയ്ത പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ, ഇവന് പട്ടയമില്ലാതിരുന്ന, ഇവന് തലവേദനയാകാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു കുറച്ച് സ്ഥലം എടുത്ത് സഭയുടെ പേരിൽ സഭയ്ക്ക് പള്ളിക്കാർക്ക് കൊടുക്കുന്നു. ചുമ്മാ എന്ത് കിട്ടിക്കഴിഞ്ഞാലും ചാടി വീഴുന്ന ഇവന്മാരെന്ത് ചെയ്തു? രണ്ട് കൈ നീട്ട് സ്വീകരിച്ചു. അവിടെ കൊണ്ട് എന്ത് ചെയ്തു? ആദ്യത്തെ ഇവന്മാരുടെ കുരിശ് കൃഷിക്കാരന്മാരുടെ ഒരു ഐറ്റമാണ് സ്ഥലം കയ്യേറുന്നതിന്റെ ഒരു തന്ത്രം എന്ന് പറഞ്ഞാൽ, ആദ്യമേ അവിടെ കൊണ്ട് ഒരു ടെസ്റ്റ് ഡോസ് നിലയ്ക്ക് ഒരു പൈപ്പ്, ഒരു ഇരുമ്പ് കുരിശ് കൊണ്ട് സ്ഥാപിച്ചു. ഇരുമ്പ് കുരിശൊക്കെ കൊണ്ട് സ്ഥാപിച്ച് പതുക്കെ ഇങ്ങനെ പമ്മിയിരിക്കും, മറ്റേ ചിലന്തി വല കെട്ടിയിരിക്കുന്ന പോലെ എന്തെങ്കിലും പണി വരുന്നുണ്ടോ എന്ന് നോക്കി മരുന്ന് കഴിഞ്ഞപ്പോൾ അത് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വനപാലകരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവരെന്ത് ചെയ്തു? അനധികൃതമായി സ്ഥാപിച്ച ഈ പൈപ്പ് കുരിശ് അവന്മാരത് ഊരിക്കൊണ്ട് റേഞ്ച് ഓഫീസറും സംഘവും വന്ന് ഇത് ഊരിക്കൊണ്ട് റേഞ്ച് ഓഫീസിൽ കൊണ്ടിട്ടു. അന്നേരം അവിടെ ചെറിയൊരു അറിയാമല്ലോ, ഇവന്മാരുടെ തിണ്ണമെടുക്ക് ഇവന്മാര് അവിടെ കാണിക്കാൻ ശ്രമിച്ചു. അവരെ അതിന് പുല്ലുവില കൊടുത്തു, അവരും അതിനെ വഹവിച്ചില്ല. വീണ്ടും ഇവന്മാരുടെ കണ്ണം തിരിവെന്ന് പറഞ്ഞാൽ ഇവന്മാരുടെ അഹങ്കാരം നമുക്ക് നോക്കണേ. ഇവർ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആ സ്ഥലത്ത് തന്നെ നല്ല അടിത്തറയൊക്കെ തറയൊക്കെ കെട്ടിയിട്ട് ഒരു കോൺക്രീറ്റ് കുരിശ് കൊണ്ട് തന്നെ കൊണ്ട് അവിടെ സ്ഥാപിച്ചിട്ട് 40-ാം വെള്ളിയാഴ്ച കൊണ്ട് അവിടെ സ്ഥാപിച്ചു. നമുക്ക് ആ കാഴ്ച ഒന്ന് ആ സ്ഥാപിച്ച കുരിശ് വനപാലകരും പോലീസും സംയുക്തമായി എടുത്ത് ദൂരെ കളയുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം.
ഇതാണ് ആ കാഴ്ച. അതെ. ഇനിയും ഈ സംഭവത്തെക്കുറിച്ച് റേഞ്ച് ഓഫീസർ ശ്രീ മനോജ് അദ്ദേഹം പറയുന്നത് കേൾക്കുക. അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകും അതൊരു അനധികൃത ഭൂമിയിൽ നടത്തിയ നിർമ്മാണമായിരുന്നു. അത് കൃത്യമായ വാണിംഗ് അവർ കൊടുത്തിരുന്നു. അതുപോലെ തന്നെ അനധികൃതമായി കുരിശ് നിർമ്മിച്ച ആ പാതിരിക്കെതിരെ നടപടിയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഒരു കൈവശാവകാശ രേഖയും ഇല്ലാത്ത സ്ഥലമാണത്. അത് കയ്യേറ്റ വനഭൂമിയാണ്. നേരത്തെ അത് കയ്യേറിയ വനഭൂമിയാണ്. ഇപ്പോഴും റിസർവ് സ്റ്റാറ്റസിലുള്ളതാണ്. നമ്മൾ തിരിച്ച് ജണ്ടയിട്ട് സംരക്ഷിക്കേണ്ട സ്ഥലമാണത്. ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തിയ സമയത്ത് വനഭൂമിയാണ് എന്ന് കണ്ടതുകൊണ്ട് അത് തള്ളി ഇട്ടിട്ട് ബാക്കിയുള്ള ഭാഗം മാത്രമാണ് സർവേ ചെയ്ത് പോയിട്ട്. പക്ഷേ അന്ന് അപ്രകാരം ഒരു നടപടി എടുക്കുമായിരുന്നെങ്കിൽ ദുഃഖവെള്ളിയാഴ്ച ഇതുപോലൊരു സംഭവം ഉണ്ടാവില്ല. അവിടെയാണ് ഈ വനഭൂമി എന്ന് പറയപ്പെടുന്നത്. സർക്കാരിന്റെ വനഭൂമിയാണ്. ആ വനഭൂമിയിൽ അനധികൃതമായിട്ട് കയ്യേറ്റം നടത്തുക. അതിനകത്ത് താങ്കൾ ആദ്യം സൂചിപ്പിച്ച പോലെ അവിടെ ഈ 65 വർഷത്തോളം ആയിട്ട് കുടിയേറ്റക്കാരായി താമസിക്കുന്നവരുണ്ട്. അതിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു 10% പേർക്കാണ് പട്ടയം ലഭിച്ചിട്ടുള്ളത്. ബാക്കി ആർക്കും ലഭിച്ചിട്ടില്ല. ഈ ഭൂമി എന്ന് പറയപ്പെടുന്നത് തന്നെ അത്തരത്തിൽ പട്ടയം കൊടുത്ത ഭൂമിയുമല്ല, അത് മാത്രമല്ല വനഭൂമിയുമാണ്. അവിടെയാണ് ഈ അനധികൃതമായിട്ടുള്ള ഒരു കുരിശ് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ പാതിരിക്കെതിരെ, ഈ ജോർജ് എന്ന് പറയുന്ന പാതിരിക്കെതിരെ കൃത്യമായി നടപടികൾ അന്ന് തന്നെ എടുത്തിരുന്നുവെങ്കിൽ താങ്കൾ ഈ പറഞ്ഞ പോലെ ദുഃഖവെള്ളിയാഴ്ച ദിനം ഇത്തരത്തിലൊരു തന്തയില്ലായ്മ തലത്തിന് ഇവരാരും മുതിരില്ലായിരുന്നു. പക്ഷെ അത് ചെയ്തതും അത് ഭയങ്കര ആസൂത്രിതമാണ്. അത് വളരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കാരണം ദുഃഖവെള്ളിയാഴ്ച കുരിശിന്റെ വഴി നടക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പറയുന്ന പോലെ ഇവരും പറയുന്നുണ്ട്, ഈ പറഞ്ഞ ഈ പാതിരിയും സംഘവും പറയുന്നുണ്ട് കുരിശിന്റെ വഴി ഉണ്ടാകേണ്ട ദിവസമായിരുന്നു അന്ന് ദുഃഖവെള്ളിയാഴ്ച. അങ്ങനെ പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. അപ്പൊ പദ്ധതികൾ പ്ലാൻ ചെയ്തിരുന്നു. ഈ 40-ാം വെള്ളിയാഴ്ച ദിനം തന്നെ ഇത്തരത്തിലുള്ള പദ്ധതികൾ പ്ലാൻ ചെയ്തിരുന്നു. അതിനുശേഷം 7-8 ദിവസം കഴിയുമ്പോഴാണ് ദുഃഖവെള്ളിയിലേക്ക് എത്തപ്പെടുന്നത്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ആസൂത്രിതമായിട്ടുള്ള നീക്കം നടത്തി അവിടെ കുരിശ് സ്ഥാപിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി വരികയും പകരം അവിടെ ചെയ്യാൻ അവർ കണക്കാക്കിയിരിക്കുന്ന അപ്പൊ എന്തായിരിക്കും അത് കൃത്യമായിട്ടുള്ള. അതെ, അതായത് പറഞ്ഞ പോലെ ഇതിനകത്ത് ഈ ഇവന്മാരെ ആത്മീയ കുറുവാ സംഘം എന്ന് നമ്മൾ വിളിക്കുവാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ കുറുവാ സംഘം ഒന്നും ഇവന്മാരുടെ മുന്നിൽ ഒന്നുമല്ല. വളരെ കൃത്യമായിട്ട് മെറ്റിക്കുലസ്ലി, അതായത് ഇവന്മാർക്ക് മനസ്സിലായി ഈ പഴയ പോലുള്ള ഇവന്മാരുടെ കുരിശ് നടക്കത്തില്ല. കാരണം ഇവന്മാരുടെ അഹങ്കാരവും അഹന്തയും എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. ആ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കോതമംഗലം രൂപത. ആ രൂപതയെ സംബന്ധിച്ചോളം അത് പി ജെ ജോസഫിന്റെ മണ്ഡലമാണ്. കേരള കോൺഗ്രസിന്റെ വിളനിലമാണ്. അതായത് അതുകൊണ്ട് തന്നെ ഏത് പാർട്ടി എടുത്തു കഴിഞ്ഞാലും കത്തോലിക്കന്മാരായിട്ടുള്ള നേതാക്കന്മാരാണ് എല്ലാ പാർട്ടിയിലും. കോൺഗ്രസ് ആയിക്കോട്ടെ, ഡീൻ കുര്യാക്കോസിന്റെ കാര്യം എടുത്താലും ശരി, പി ജെ ജോസഫ് ആയാലും ശരി, അതുപോലെ അതിന്റെ സമീപത്തുള്ള മാത്യുക്കുൾനാടനാണെങ്കിലും ശരി, ഇവരാരും പള്ളിക്കെതിരെയോ സഭയ്ക്കെതിരെയോ നിൽക്കത്തില്ല എന്ന് ഇവന്മാർക്ക് ഉറപ്പുണ്ട്. എന്നാൽ അതുകൊണ്ട് തന്നെ ഇവന്മാർ എന്ത് തന്തയില്ലായ്മ കാണിച്ചാലും ഭരണകൂടം അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ ഇതിനോടൊപ്പം നിൽക്കും എന്നുമാർക്കൊരു ധാരണയുണ്ടായിരുന്നു. ആത്മവിശ്വാസം. അതെ, അന്നേരം ആ ഒരു അഹങ്കാരത്തിന്റെയും അഹന്തയുടെയും ആത്മവിശ്വാസത്തിന്റെയും പുറത്താണ് ഇവന്മാർ ഇങ്ങനെയുള്ള പരിപാടി ചെയ്തത്. പക്ഷെ എന്തുകൊണ്ടോ ഇവന്മാർ ഈ പരിപാടി തുടക്കം വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ അത് ഇവന്മാരുടെ പ്ലാനിങ്ങിലോ എന്തോ പറ്റിയ ഒരു വീഴ്ചയാവാം, ഇതെടുത്ത് 2 പ്രാവശ്യം ഈ കുരിശ് പൊളിച്ച് കളയുന്ന സ്ഥിതി ഉണ്ടായി. അന്നേരം ഒന്നും ഈ നേതാക്കന്മാരും ഒരു അക്ഷരം പോലും വേണ്ടിയില്ല. പക്ഷെ ഇവന്മാർക്കറിയാം എവിടെ ഇട്ട് പിടിക്കണമെന്ന്. കൃത്യമായിട്ട് ഇവന്മാർക്ക് ദുഃഖവെള്ളിയാഴ്ച വരെ നോക്കിയിരുന്നു. ദുഃഖവെള്ളിയാഴ്ച ഇതൊന്നും അറിയാത്ത ഈ മൊണ്ണവിശ്വാസികൾ തല തുണി വിട്ട് കർത്താവിന്റെ കുരിശിന്റെ വഴി എന്നും പറഞ്ഞിട്ട് ഇവന്മാർ പറഞ്ഞാൽ എന്തും ചെയ്യാൻ വേണ്ടി അതിനനുസരിച്ച് വരും. അന്നേരം അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും രഹസ്യമാക്കി ഇവന്മാർ വെച്ചു. അങ്ങനെ ആ ദുഃഖവെള്ളിയാഴ്ച പള്ളിയിലെ ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞിട്ട് കുരിശിന്റെ വഴിയുടെ ഭാഗമായിട്ട് ഇവർ ഇവിടേക്ക് ആസൂത്രണം വെച്ചു. അന്നേരം വൈകാരികമായിട്ട് അവരെ ഒരു കലാപത്തിന് ഇവർ ആഹ്വാനം ചെയ്യും. നമ്മൾ കുരിശിന്റെ വഴിയിലേക്ക് പോവുകയാണ്. പക്ഷേ ഇതിന്റെ പിന്നിൽ ഉണ്ടായേക്കാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളൊന്നും ഇവന്മാർ മിണ്ടുന്നില്ല. വനപാലകർ അവിടെ ഉണ്ടാകുമെന്നോ പോലീസ് അവിടെ ഉണ്ടാകുമെന്നോ ചിലപ്പോൾ ഒരു സംഘർഷമോ അക്രമമോ വരെ ഉണ്ടാകുമെന്നുള്ള മിണ്ടാതെ ഇവർ ഈ വിശ്വാസികളെ ബലി കൊടുക്കാൻ വേണ്ടി ഇവന്മാർ ഉണ്ടാകാൻ കൊണ്ടിരുന്നു. അവർ വരുമ്പോൾ അനധികൃതമായി വനഭൂമി കയ്യേറാൻ വരുന്ന ഒരു ആളുകളെ അവൻ കത്തോലിക്കനാണെന്നോ കുരിശിന്റെ വഴിയാണെന്നോ ഒന്നും സർക്കാരിനെ സംബന്ധിച്ചോളം വനപാലകരെ സംബന്ധിച്ചോളം പോലീസുകാരെ നോക്കേണ്ട ആവശ്യമില്ല. കാരണം അത് വനഭൂമി, അത് സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്വമാണ് അവരെ ഭരമേൽപ്പിച്ചിട്ടുള്ളത്. അന്നേരം അവരുടെ കൃത്യ നിർവഹണത്തിനിടയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ഉന്തും തള്ളോ ഒരു അടിയോ പിടിയോ ഉണ്ടായി കഴിഞ്ഞാൽ ഈ വിശ്വാസികൾ എന്ന് പറയുന്ന അടിമകളായിട്ടുള്ളവന്മാര് ഒന്നും നോക്കത്തില്ല. ആക്രമണം ഉണ്ടാകും. ആ ആക്രമണത്തിൽ പലരുടെയും ജീവൻ നഷ്ടപ്പെടാം, വലിയ ഇഷ്യൂ ഉണ്ടാകാൻ സാധ്യത. പക്ഷെ ഈ അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ആ വനപാലകരും ആ പോലീസുകാരും ആത്മസമരം പാലിച്ചു. അവരെ തള്ളി മാറ്റി ഇവന്മാര് കുരിശിന്റെ വഴി നടത്തി. അവർ ആ കുരിശുമല കയറി തിരികെ പോയി. അന്നേരം ഇതിലൂടെ അവർ ലക്ഷ്യം വെച്ചത് പ്രത്യേകിച്ചും ഇതിന്റെ പിന്നിലുള്ള 2-3 പ്ലാനിങ്ങുകളുണ്ട്. ഒന്ന്, ഈ മറവിൽ ആ സ്ഥലം കയ്യേറുക, കുരിശു വെക്കുക. ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ വിവാദ ഭൂമിയായി കഴിഞ്ഞാൽ തൽസ്ഥിതി തുടരാം, അതിനകത്തൊന്നും ഉണ്ടാകത്തില്ല. രണ്ടാമതെന്ന് പറയുന്നത് പിണറായി സർക്കാരിനെതിരെ
ഒന്ന്, ഇത് കൃത്യമായും സംഘപരിവാറിന്റെ ഒരു ആശീർവാദത്തോടു കൂടിയായിരിക്കണം ഇത്തരത്തിലൊരു പരിപാടി നടന്നത്. കാരണം ഒരു ദുഃഖവെള്ളിയാഴ്ച ദിനത്തില് ഇപ്രകാരം ഒരു സംഘർഷം പോലീസുകാരുടെ ഭാഗത്തുനിന്നോ വനപാലകരുടെ ഭാഗത്തുനിന്നോ കുരിശിന്റെ വഴി തടയാൻ ശ്രമിച്ചു എന്നൊരു വാർത്ത വന്നു കഴിഞ്ഞാൽ അത് ഇടതു സർക്കാരിന്, പിണറായി സർക്കാരിന് വലിയ ദോഷം ചെയ്യുമെന്ന് അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. കാരണം ഇപ്പോൾ അറിയാം, ഡൽഹിയിൽ മറ്റുള്ള സ്ഥലങ്ങളിലും കുരിശിന്റെ വഴി തടഞ്ഞു എന്നൊക്കെയുള്ള ക്രൈസ്തവർക്കെതിരെ സംഘപരിവാർ ആക്രമണം നടത്തുന്നു എന്നൊരു പരാതി അന്തരീക്ഷത്തിൽ നിലനിൽക്കെ പിണറായിയുടെ ഭാഗത്തു നിന്നും പിണറായി സർക്കാരിന്റെ ഭാഗത്തു നിന്നും കേരളത്തിലും ഇത്തരം ദുഃഖവെള്ളിയാഴ്ച തന്നെ കുരിശിന്റെ വഴി തടഞ്ഞു എന്നൊരു പ്രശ്നം വരുമ്പോൾ അത്തരത്തിലേക്ക് ഒരു അറ്റൻഷൻ മാറ്റാനും പറ്റും. അന്നേരം ഇത്തരം ഒരു ഇഷ്യൂയുടെ പല കാര്യങ്ങൾ, ഒന്ന്, ഈ സ്ഥലം അവരുടെ കസ്റ്റഡിയിലാക്കാം, പിണറായി സർക്കാരിനെതിരെയുള്ള ഒരു സംവിധാനമാകാം, അതോടൊപ്പം തന്നെ സംഘപരിവാറിനെ സുഖിപ്പിക്കുകയും ചെയ്യാം എന്നുള്ള ഒരു മൾട്ടി ഡയമെൻഷണൽ ടാസ്ക് ആയിരുന്നു തീർച്ചയായിട്ടും. അത് നമുക്ക് അങ്ങനെ തന്നെയാണ് കാണുക. കാരണം ഈ പറയുന്ന ദുഃഖവെള്ളിയാഴ്ച ദിനം വിശ്വാസികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു സംവിധാനം ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിന് പിന്നിൽ BJPയുടെ സംഘപരിവാരത്തിന്റെ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നു എന്ന് പറയപ്പെടുന്ന ഈ പിണറായിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട വരുന്ന വിഷയങ്ങളാണ്. സർക്കാരിനെ കരിവാരി തേക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരുന്നു, അല്ലെങ്കിൽ ഒരു സാഹചര്യമായിരുന്നു. അതാണ് കഴിഞ്ഞ ദിവസം ഫലപ്രാപ്തിയിൽ എത്താതായി പോയത് എന്നുള്ളതാണ്. പക്ഷെ അത് ഇവരുടെ വനപാലകരുടെ കൃത്യമായിട്ടുള്ള ഇടപെടൽ കൊണ്ടാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, BJPക്ക് പലപ്പോഴും ഇവിടെ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ മറ്റുള്ള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൊക്കെയോ എന്തെങ്കിലുമൊക്കെ ഒരു അനക്കം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം, അത് ഓരോ ദിവസം ഈ പാമ്പ്ലാനി അടക്കമുള്ളവരുടെയൊക്കെ ഈ ചതഞ്ഞ പ്രസ്താവനകൾ കുംഭസാരം പോലെയൊക്കെ വരുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രസ്താവനകൾ ഈ വഖഫുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലൊക്കെ അനാവശ്യമായിട്ടുള്ള മുരുമൻ വിഷയത്തിലേക്ക് അന്നേരം ഇപ്പൊ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവന്മാർക്ക് ആകെ പിടിവള്ളി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അന്നേരം അപ്പോൾ ഇപ്പൊ ഈ ഒരു വിഷയം, അതായത് ദുഃഖവെള്ളിയാഴ്ച തന്നെ. പക്ഷെ എന്തൊക്കെയാണെങ്കിലും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇത്തരം ഒരു വിഷയം ചർച്ച ചെയ്യാൻ എടുക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഒന്ന്, ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ വളരെ പവിത്രമായിട്ട് കാണുന്ന, പരിശുദ്ധമായിട്ട് കാണുന്ന, ഒരു ദുഃഖമാചരിക്കുന്ന ആ ദിവസം തന്നെ ഇത്തരം തന്തയില്ലായ്മകൾക്ക് തിരഞ്ഞെടുക്കുന്ന ഈ പാതിരി പൗരോഹിത്യ സഭാ വർഗത്തെ അത് വിശ്വാസികൾ തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. കാരണം അത്രയും നാളുകൾ ക്രിസ്തുവിനെ അപമാനിക്കുന്ന പണിയല്ലേ ഇവർ കാണിച്ചിരുന്നത്. ഒന്ന്, ആ സ്ലീബയെ അല്ലെങ്കിൽ ആ കുരിശിനെ എത്ര അപമാനിക്കുന്ന തരത്തില് അപ്പോൾ പോലീസുകാരെ തൂക്കിയെടുക്കുന്നു, JCB കൊണ്ടുവന്നതിനെ പൊളിച്ച് എറിഞ്ഞു വരുന്നു. അത്രയും നികൃഷ്ടമായ രീതിയിൽ ആ കർത്താവായ യേശു ക്രിസ്തു ജീവൻ വെടിഞ്ഞ ആ ക്രൂശിന്റെ വില തന്നെ കളയുന്ന ഈ പൗരോഹിത്യ വർഗത്തെ ഒന്ന് ഓർക്കുക. അത്രയും വലിയ ഇവരാണ് ആദർശം പറയുന്നത്. മാനവരാശിയുടെ പാപം പോക്കുവാനായിട്ട് ക്രൂശിൽ 3 ആണിമേൽ തൂങ്ങിയ ക്രിസ്തു എന്ന് പറഞ്ഞ് കണ്ണീർ ഒലിപ്പിക്കുന്ന ഈ വൃത്തികെട്ടവന്മാർ തന്നെ, ഈ തന്തയ്ക്ക് പുറക്കാത്തവന്മാർ ഈ മാതിരി പണികൾ കാണിക്കുന്നത് വിശ്വാസി സമൂഹം, ക്രൈസ്തവ സമൂഹമാണ് ഇവന്മാരെ നിലനിർത്തുന്നത്. ഇവന്മാരെ ചാട്ടവാറിനെടുത്ത് അടിച്ച് ഓടിക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ ദുഃഖവെള്ളി പോലെ ഇത്രയും പരിപാവനമായ, അതാണ് ഏറ്റവും നമ്മൾ ശ്രദ്ധേയമായത്. കാരണം വളരെ പവിത്രമായ ഒരു ദിനമായിട്ട് ക്രൈസ്തവ വിശ്വാസികൾ ആചരിക്കുന്ന ഒരു ദിനം. അപ്പോൾ ആ ദിവസം ഇത്തരത്തിൽ വിശ്വാസികളെ അതിനെ ഓർമ്മപ്പെടുത്തലായി മാറ്റി, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ആ തരത്തിലുള്ള പീഡാനുഭവത്തെ ആ തരത്തിൽ കണ്ട് വേദനയോടുകൂടി കഴിയേണ്ട ഒരു സമയത്ത് സമരത്തിന്റെ മാർഗം സ്വീകരിച്ച്, വർഗീയ ലഹളയുടെ മാർഗം സ്വീകരിച്ച്, അല്ലെങ്കിൽ ഒരു വലിയ കലാപത്തിലേക്ക് എത്തപ്പെടുന്ന തരത്തിലേക്ക് ഇതുപോലുള്ള പാതിരിമാർ, ഇവന്മാർ ചെയ്തു കൂട്ടുന്ന ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ ഈ വിശ്വാസികൾ എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത് എന്നുള്ളതാണ് എനിക്ക് എൻ്റെ ഒരു വിഷമം. അത് മാത്രമാണ്. കാരണം ഇതുപോലുള്ള ദിവസത്തിൽ നമ്മൾ ക്രിസ്തു സഭയ്ക്കോ ക്രിസ്ത്യാനി സഭയ്ക്കോ ഒന്നും എതിരായിട്ട് പറയുന്നവരല്ലോ. നമ്മൾ ഈ പാതിരി വർഗത്തിന്റെ ഇത്തരത്തിലുള്ള തന്തയില്ലായ്മകളെ തുറന്നു വിളിച്ച് പറയുന്നത് മാത്രമേ ഉള്ളൂ, അല്ലേ? അതെ. കാരണം അത് കണ്ടിട്ടും മനസ്സിലാകാത്തവരെയാണ് നമ്മൾ, അതുകൊണ്ടാണ് ഇവരെ മൊണ്ണവിശ്വാസികൾ, മൊണ്ണക്കുഞ്ഞാടുകൾ എന്ന് വിളിക്കുന്നത്. കാരണം സഭയ്ക്ക് അത്രയും വിഷമം ഉണ്ടായിരുന്നുവെങ്കിൽ അവിടെ 100 കണക്കിന് ഏക്കറുകൾ പട്ടയഭൂമികളുണ്ട്. അവർക്കൊരു കുരിശ് സ്ഥാപിക്കണമെങ്കിൽ, അവർക്കൊരു കുരിശുതൊട്ടി സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ ഒരു സെന്റ് സ്ഥലം, ഒരു പട്ടയമുള്ളവന്റെ ഏതെങ്കിലും ഒരു ഭൂമി, പട്ടയഭൂമി മേടിച്ച് അവർ ഈ പണി കാണിക്കുമായിരുന്നെങ്കിൽ ആരും ഇതിനെ വിമർശിക്കത്തില്ല. അവർ അർഹിക്കുന്ന രീതിയിലുള്ള ഒരു ആദരവും അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ജനങ്ങളുടെ ഭാഗത്തു നിന്നും സമൂഹത്തിന്റെ ഭാഗത്തും ഉണ്ടാവുമായിരുന്നു. എന്നാൽ ഇവന്മാര് കാണിച്ചത് എന്താ നോക്കുന്നത്? ഒരു കുടില ബുദ്ധിക്കാരൻ ഇവരുടെ തന്ത്രമാണ്. അതായത് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് പല കാര്യങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് വെളിവാകുന്നു. ഈ ഇൻസിഡന്റിലൂടെ ഒരു ഉദ്ദേശിക്കുന്ന പോലെ ഈ വിഷയം ഒരു വർഗീയ ലഹളയായി മാറിയില്ല എന്നത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കൃഷിക്കാരന്മാരുടെ പഴയ തന്ത്രങ്ങളൊന്നും ഇനി വിലപ്പോകത്തില്ല. മുൻകാലങ്ങളിൽ ഇവന്മാർ ചെയ്തിരുന്നത് ഇതുപോലുള്ള ഉയരമുള്ള മലകൾ, കുന്നിൻ പ്രദേശങ്ങൾ, ഇത്തരം സ്ഥലങ്ങളെല്ലാം ഇവർ ആദ്യമേ കൊണ്ട് എന്ത് ചെയ്യും? വനഭൂമികളായിട്ടുള്ള മേഖലകൾ, അല്ലെങ്കിൽ പുറമ്പോക്കായിട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ, അല്ലെങ്കിൽ വിവാദ ഭൂമികൾ. അന്നേരം അങ്ങനെയുള്ളവർ ചെയ്യുമ്പോൾ ഒന്ന് ഇവർ സ്വമേധയാ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബുദ്ധിയുള്ളവർ ഇവരോട് പറയും ഒരു കുരിശു കൊണ്ട് സ്ഥാപിച്ചോളാൻ. ആദ്യമേ കൊണ്ട് ചെറിയൊരു കുരിശ് സ്ഥാപിക്കുന്നു, എന്നിട്ട് കാത്തിരിക്കുന്നു
ഇതുപോലെ ദുഃഖവെള്ളിയാഴ്ച വരുമ്പോഴത്തേക്കും പരമാവധി ആളുകളെ കൂട്ടിക്കൊണ്ടൊരു യാത്രയായിട്ട് അങ്ങോട്ട് പോകുക. കാരണം ഇത്രയും വലിയ ജനങ്ങൾ വരുമ്പോൾ ആരും ധൈര്യപ്പെട്ടിട്ട് തടയത്തില്ല. കാരണം തടഞ്ഞാൽ അത് വർഗീയ സംഭവമായി വിശ്വാസ സമൂഹത്തെ ഹട്ട് ചെയ്തെന്ന് പറഞ്ഞ് നിലവിളിക്കാൻ സാധ്യതകളുണ്ട്. ആരും അവരുടെ പ്രശ്നം നടത്തില്ല. അങ്ങനെ ഇവര് ഏതെങ്കിലും കയ്യേറിയ കുന്നിലോ പുറമ്പോക്ക് സ്ഥലത്തിലോ കൊണ്ട് സ്ഥാപിച്ച ഒരു ചെറിയ ഒരു തടിക്കുരിശിലോ ഒരു മരക്കുരിശിലോ ഒരു പൈപ്പിന്റെ കുരിശിലോ ഒരു കുരിശിന്റെ വഴി നടത്തുന്നു. എന്നിട്ട് ഇങ്ങനെ 1-2 വർഷം കഴിയുമ്പോഴത്തേക്ക് അവിടെ ചെറിയൊരു കുരിശൻ തൊട്ടി സ്ഥാപിക്കുന്നു, ചെറിയൊരു കപ്പേള സ്ഥാപിക്കുന്നു, പിന്നീട് അവിടെ ഒരു പള്ളി ഉണ്ടാക്കുന്നു, അതിന് ഇടവകയായി മാറുന്നു, അനുബന്ധ പ്രസ്ഥാനങ്ങളായി പോകുന്നു. ഇതുപോലെ കണ്ണായ പല സ്ഥലങ്ങളിലും സംസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും പല ഭാഗങ്ങളിലുള്ള സ്ഥലങ്ങളെല്ലാം ഈ കുരിശു കൃഷിക്കാർ കയ്യേറിയത് ഇപ്രകാരമാണ്. കാരണം ഇവരുടെ അടിമകളും ഇവരുടെ ആളുകളുമാണ് ജനപ്രതിനിധികൾ. അന്നേരം ഇത്തരത്തിലുള്ള കയ്യേറിയ സ്ഥലം പുറമ്പോക്ക് സ്ഥലത്തിനെ സംബന്ധിച്ചത് ആദ്യമേ ഇപ്പൊ ഈ സ്ഥലത്തിലാണെങ്കിൽ അയാളുടെ ദുഷ്ടലാക്കെന്ന് പറയുന്നത് ഒരു 5 സെന്റ് സ്ഥലം പള്ളിക്ക് ഇതുപോലെ കുരിശു വെക്കാനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിലൂടെ പള്ളിയുടേതായി കഴിയുമ്പോഴത്തേക്കും അത് വനഭൂമി അല്ലാതായി മാറുന്നു. അതിന് പിന്നീട് ഇവർ എങ്ങനെങ്കിലും എന്തെങ്കിലും തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ഇതിന് വേണ്ടുന്ന പട്ടയം ഒപ്പിക്കുന്നു. പട്ടയം ഒപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സമീപ പ്രദേശത്തുള്ള ഭൂമിക്കാരൻ പറയും ഇതാ പട്ടയഭൂമി, ഇതിനടുത്തതാ പട്ടയ ഭൂമിയാണ്, അന്നേരം ഇതെങ്ങനെ വനഭൂമിയാകും എന്നുള്ള ചോദ്യം വരും. അന്നേരം ഇവനും ആ ലൈനിൽ പിടിച്ച് ഇവനും പട്ടയം കിട്ടും. അന്നേരം കാലാകാലങ്ങളായി കേരളത്തിൽ ഇന്ന് കാണുന്ന പല കണ്ണായ സ്ഥലങ്ങളും പല സർക്കാർ ഭൂമികളും വനഭൂമികളും ഇവരുടെ കൈവശമായത് ഇതാ. ഈ കാലഘട്ടത്തിലും അത് ഇന്നലെ എന്തുകൊണ്ടോ ഇത് പാളിപ്പോയി. അതിനർത്ഥം ഈ കുരിശു കൃഷിക്കാരുടെ പഴയ പരിപാടികളൊന്നും നടക്കുന്നില്ല, വിശ്വാസികൾക്കൊന്നും അത്രത്തോളം താല്പര്യം ഇല്ല. അതല്ലെങ്കിൽ സർക്കാർ ഇന്നലെ അത്രയെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് എടുത്തത് കൊണ്ട് മാത്രമാണ് ഇത് ഇങ്ങനെ ഒരു വലിയ വിപ്ലവത്തിലേക്ക് അല്ലെങ്കിൽ കലാപത്തിലേക്ക്. ഇതൊരു എതിർപ്പില്ലല്ലോ. അവര് കയറുന്നു, കുരിശു വെക്കുന്നു, ആരും എതിർക്കുന്നില്ല. അതിന് 1-2 വർഷം കഴിയുമ്പോൾ അതിന് പട്ടയം ഉണ്ടാക്കുന്നു. ഇത് അവരുടെ അധീനതയിലാവുന്നു. അതെ, എങ്കിൽ നമുക്ക് അടുത്ത ചിലപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം അങ്ങനെ ആയിരിക്കും. തുമ്പംകുത്തിലെ വിപ്ലവം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇതിലൊക്കെ പിന്നെ വലിയ ചരിത്ര പരിവേഷവും. അതെ അതെ, ഈ പറയുന്ന പാതിരിക്ക് അത്തരത്തിലുള്ള വലിയ താരപരിവേഷവും. അതെ, ഇയാള് പുണ്യാനാവും പിന്നെ മാറും, ഇവന്റെ പേരിൽ അടുത്ത പള്ളികൾ ഉണ്ടാക്കുന്നു, തീർത്ഥാടന യാത്രകൾ വരുന്നു. അതെ അതെ, അത്തരത്തിലുള്ള വലിയ കലാപത്തിലേക്കും വർഗീയ വിദ്വേഷം ഉളവാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്കും ഒന്നും പോകാതെ സർക്കാരിന്റെ സമയോചിതമായ ഇടപെടൽ. അതെ, അന്നേരം തീർച്ചയായിട്ടും സർക്കാർ ഇത്രയും നമ്മൾ ഏറ്റവും അഭിനന്ദിക്കേണ്ടത് ആ റേഞ്ച് ഓഫീസറെയും അതുപോലെ തന്നെ അവിടുത്തെ ഇതിന് സംരക്ഷണം കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥരെയും നിരക്കുന്നു. അതോടൊപ്പം തന്നെ സർക്കാർ ഒരു വളരെ നിഷ്പക്ഷമായ നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിക്കണം. അതുപോലെ ഈ സ്ഥലം കയ്യേറി ഇമാതിരി കണ്ണുതിരിവുകൾ കാണിച്ച ആ പാതിരിക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം. അതുപോലെ തന്നെ വർഗീയ കലാപത്തിന് ഇതിന്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണം നടന്നു, ഒരു അജണ്ട ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വർഗീയ ലഹള ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ കൃത്യമായ പ്ലാനിങ് നടത്തി ഒരു തവണയല്ല പലതവണ ഈ അറ്റംപ്റ്റ് നടത്തി. അല്ല, അത് സംശയിക്കാനുള്ള ഒട്ടനവധി കാര്യങ്ങളാണ് ഈ ദുഃഖവെള്ളിയാഴ്ച ദിവസത്തിൽ ഇദ്ദേഹം ദുഃഖവെള്ളിയാഴ്ച തന്നെ വിശ്വാസികളെ ഒന്നും അറിയാത്ത ഈ വിശ്വാസികളെ തല്ലുകൊള്ളിക്കാനുള്ള ശ്രമം. അത് ഈ പറഞ്ഞ കുരിശിന്റെ വഴി എന്ന് പറയുമ്പോഴത്തേനും സ്വാഭാവികമായിട്ടും വിശ്വാസികൾ അവരോടൊപ്പം വരും. അത്ര വിശ്വാസികൾ ഓർക്കുന്നത് ആ കുരിശിന്റെ വഴിയെ പോലീസ് തടയുന്നു എന്ന് വരുമ്പോൾ വൈകാരികമായിട്ട് അവർ പ്രവർത്തിക്കും. അവരൊന്നും നോക്കത്തില്ല. ചിലപ്പോൾ അതൊരു കൊലപാതകത്തിലേക്ക് വരെ ചിലപ്പം തന്നെ എന്തൊക്കെ സംഭവിക്കുന്നു പറയാൻ പറ്റത്തില്ല. ഒരു വിപ്ലവം അല്ലെങ്കിൽ ഒരു സമരത്തിനെ നേരിടുന്ന രീതി ഏത് തരത്തിലാണ് എന്നുള്ളത്, അത് പിന്നെ ഏതൊക്കെ തരത്തിൽ വിപ്ലവമായിട്ട് കലാപമായിട്ട് മാറുന്നു പറയാൻ കഴിയില്ല. ഇത്രയും ഉണ്ടായിട്ടും ഇതിനോടകം തന്നെ ഈ 3 പ്രാവശ്യം മൂന്നാമത്തെ അറ്റംപ്റ്റ് എന്നിൽ നടന്നു. ഇതിനോടകം തന്നെ പ്രധാനപ്പെട്ട പാർട്ടികളുടെ നേതാക്കന്മാരൊന്നും ഈ വിഷയത്തിൽ ഇടപെട്ടില്ല. എന്നാൽ ഇന്ന് ഇത് കൃത്യമായ ഒരു പ്ലാനിംഗ് ആയിരുന്നു എന്ന് മനസ്സിലാക്കത്തക്ക തരത്തിൽ ഇന്ന് ഇതിനുശേഷം ഇതെന്തോ വലിയ സംഭവം, ഇതിന്റെ പിന്നിൽ പിണറായി സർക്കാരാണ്, പിണറായി സർക്കാർ കുരിശു മോട്ടിച്ചുകൊണ്ടുപോയി എന്നൊക്കെ തരത്തിൽ സംഘപരിവാറിന്റെ ഫണ്ട് മേടിക്കുന്ന ഒരു യൂട്യൂബർ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ചില മാധ്യമങ്ങളിൽ പലതരത്തിലുള്ള ബൈറ്റുകൾ രാഷ്ട്രീയ നേതാക്കന്മാർ പതുക്കെ ഡീൻ കുര്യാക്കോസ് ഒക്കെ എവിടുന്നോ ഇപ്പോൾ ഇന്ന് 2 മണിക്കൂർ മുമ്പ് ഇതാ ഒരു ബൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഡീൻ കുര്യാക്കോസ് മനസ്സിലാക്കേണ്ടുന്നത്, ഡീൻ കുര്യാക്കോസ് ഈ പറയുന്ന പള്ളിത്തന്തന്മാരുടെ അടുക്കളയിൽ കുനിഞ്ഞു നിൽക്കുന്ന അവരുടെ സേർവന്റ് അല്ല എന്ന് മനസ്സിലാക്കണം. ഒരു ജനപ്രതിനിധിയാണ് നിങ്ങൾ. ഈ സംസ്ഥാനത്തിന്റെ വനഭൂമി മോട്ടിക്കുവാൻ ഒരു പള്ളിത്തന്തയ്ക്കും അവകാശമില്ല. ഇവിടുത്തെ ജനങ്ങൾ അതിനെ അനുവദിക്കത്തില്ല. അന്നേരം അതുകൊണ്ട് ആ വാലാട്ടില് ഡീൻ കുര്യാക്കോസ് പള്ളിത്തന്തന്മാരുടെ അരമനെ കൊണ്ട് കാണിക്കണം. ആ വേഷം കെട്ട് ജനങ്ങളുടെ അടുത്ത് എടുക്കരുത്. പള്ളിത്തന്തന്മാരെ സൂചിപ്പിക്കുവാൻ, വോട്ട് ബാങ്കിനെ സൂചിപ്പിക്കുവാൻ വേണ്ടി ദയവ് ചെയ്ത് ഇമാതിരി നാറിയ പരാമർശനങ്ങൾക്ക് പൊതുസമൂഹത്തിന് മുന്നിൽ വരരുത്. ആ കാലം കഴിഞ്ഞു പോയി. സമുദായ സ്നേഹമൊക്കെ അത് അരമനയിലും പള്ളിയിലും മാത്രം വെക്കുക എന്ന് മാത്രമാണ് ഇവിടെ പൊതുസമൂഹത്തിന്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഇത് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴും പറയാനുള്ളത്. കാരണം ഇത്തരത്തിലുള്ള തന്തയില്ലായ്മ തരങ്ങൾ ഉണ്ടാക്കരുത്. അത് ഉണ്ടാക്കിയെടുത്ത് ഒരു സമൂഹത്തിനെ മുഴുവൻ വർഗീയ കലാപത്തിലേക്കോ അല്ലെങ്കിൽ വലിയ വിപ്ലവങ്ങളിലേക്കോ നയിക്കുന്നത്
ഒരു പാതിരിമാർക്ക് ഭൂഷണമല്ല എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? അതെ, അങ്ങനെയാണ്. നമുക്ക് അവസാനിപ്പിക്കാന്ന് പറഞ്ഞാൽ, ഒന്ന്, ഈ പള്ളിത്തന്തന്മാരുടെ വിശുദ്ധ തന്തയില്ലായ്മകളുടെ കാലം കഴിഞ്ഞു. ഇനി അത്തരം കച്ചവടങ്ങൾ ഇവിടെ വിലപ്പോകത്തില്ല എന്ന് മാത്രം മനസ്സിലാക്കുക. നിങ്ങൾ യാതൊരു കാരണവശാലും ആ ദുഃഖവെള്ളി എന്ന ദിനത്തെ അപമാനിക്കരുത് എന്ന ഒരു അപേക്ഷയോടെ നിർത്തുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.